ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി അതിരൂക്ഷം. ഇന്ന് വിവിധ അപകടങ്ങളിലായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മെയ് 25 മുതൽ ആരംഭിച്ച മഴയിൽ വൈദ്യുതി വകുപ്പിന് 164 കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. വിവിധ ജില്ലകളിലായാണ് 7 പേർ മരിച്ചത്. ആലപ്പുഴ ഹരിപ്പാടിൽ മീൻപിടുത്തത്തിന് പോയ വള്ളിക്കാട് സ്വദേശി സ്റ്റീവ് വള്ളം മറിഞ്ഞാണ് മരിച്ചത്. കായംകുളം കട്ടച്ചിറയിൽ പാടത്തെ വെള്ളക്കെട്ടിൽ വീണാണ് 66-കാരനായ പത്മകുമാർ മരിച്ചത്. എറണാകുളം ചെറായിൽ വ്യാഴാഴ്ച വഞ്ചി പറഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹവും കണ്ണൂർ പാട്യത്ത് തോട്ടിലൊഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി. പാട്യം മുതിയങ്ങയിലെ നളിനിയാണ് മരിച്ചത്. മലപ്പുറം കാളികാവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അഞ്ചച്ചവിടി സ്വദേശി അബ്ദുൽ ബാരിയുടെ മൃതദേഹവും കണ്ടെത്തി. പത്തനംതിട്ട തിരുവല്ല നിരണത്ത് തോട്ടിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. പ്രദേശവാസിയായ രാജേഷാണ് മരിച്ചത്. കാലവർഷം ആരംഭിച്ച് 6 ദിവസങ്ങൾക്കകം സംസ്ഥാനം നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ്. വൈദ്യുതി വകുപ്പിന് മാത്രം 164 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 3151 ഹൈടെൻഷൻ പോസ്റ്റുകൾക്ക് തകരാർ സംഭവിച്ചു. സംസ്ഥാനത്ത് 2000 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണുള്ളത്. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മഴ കുറഞ്ഞെങ്കിലും ദുരിതം തീരാതെ ജനം. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. തോരാതെ പെയ്യുന്ന മഴയിൽ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുറം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. KSRTCയുടെ സർവീസ് നീരറ്റുപുറം വരെ നീട്ടാത്തതിനാൽ തലവടി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. ആലപ്പുഴയിൽ 216 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അമ്പലപ്പുഴ താലൂക്കിൽ മാത്രം 715 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. 164 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. കൊല്ലം ഇളമ്പള്ളൂരിൽ മരം വീണ് നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് തകർന്നു. കൊല്ലം കരവാളൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കൃഷിനാശമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ഉയർന്നു. 3 ലക്ഷം രൂപയിലധികം നഷ്ടപരിഹാരം നൽകേണ്ടുന്നതുണ്ട്. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ. എന്നാൽ ആ നൽകാൻ കഴിയുന്നത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ്. പഞ്ചായത്തിൻ്റെ കൃഷി ഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഒരു 10 കർഷകർക്കായിട്ട് കൂടിപ്പോയാൽ 5000 രൂപ വീതം 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയും. മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ആകെ 48,69,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയി കടലിൽ അകപ്പെട്ട 8 മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതർ. ഇവരിൽ 4 പേരെ കോസ്റ്റ് ഗാർഡ് കരയ്ക്കെത്തിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയ 4 പേരെ നാളെ പുലർച്ചെ വിഴിഞ്ഞത്തെത്തി. 3 നാൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് ആശ്വാസത്തിന്റെ സായാഹ്നം. കാണാതായതിൽ 4 മത്സ്യത്തൊഴിലാളികളാണ് സുരക്ഷിതരായി തിരികെ എത്തിയത്. ശക്തമായ കാറ്റും തിരമാലകളുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായത്. കടൽ ശാന്തമായപ്പോൾ തിരികെ വരാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇന്ധനം തീർന്നതോടെ നടുക്കടലിൽ കുടുങ്ങി. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ കോസ്റ്റ് ഗാർഡ് എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. സഹോദരൻ വിളിച്ച് അനുജത്തിയുടെ ഫോൺ നമ്പർ അവന് കാണാതെ അറിയാം. ആ നമ്പറിൽ വേറെ ആരുടെയോ ഫോൺ വാങ്ങിച്ചാണ് വിളിച്ചത്. അപ്പോഴാണ് നമുക്ക് അറിവ് കിട്ടി. ജോണിയാണ് വിളിച്ചത്. പാത്തിമാതാ വള്ളത്തിലെ ജോണിയാണ് വിളിച്ചത്. വിളിച്ചപ്പം കിട്ടിയപ്പോൾ നമുക്ക് ഇത്തിരി ആശ്വാസമായി. ഫാത്തിമ മാതാ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ കന്യാകുമാരി തീരത്തു നിന്നാണ് ഇന്ന് ഉച്ചയോടെ കണ്ടെത്തിയത്. മറിഞ്ഞ വള്ളത്തിന് മുകളിൽ അഭയം പ്രാപിച്ചവരെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് കരയിലെത്തിച്ചത്. ബോട്ടാണ് പണിക്ക് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇവർ പോകുമ്പോഴേ ഈ വള്ളം കമന്ന് കിടക്കുന്നത് കണ്ട് അതിൽ 4 പേരും അതിൽ പറ്റിപ്പിടിച്ച് കിടന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ 4 പേരെയും ബോട്ടിൽ കയറ്റിയ ശേഷം ഈ വള്ളം മലർത്തി ഇനി കെട്ടിവലിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ആശ്വാസമാണ്. അവരെയും കൂടെ കന്യാകുമാരി ഭാഗത്ത് തന്നെയാണ്. ഇന്നലെ അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്ന സ്റ്റെല്ലസിനെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. 24 തിരുവനന്തപുരം.
കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ സംസ്ഥാനം സജ്ജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നിർബന്ധമാക്കി. 2016 ശേഷം 5000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പെയ്യുന്നത് അതിശക്തമായ മഴ. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ പെരുമഴയത്തും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി എല്ലാവിധ മുൻകരുതലുകളും എടുക്കുകയാണ് സർക്കാരും. സ്കൂളുകളിൽ ഒരുക്കങ്ങളെല്ലാം സജ്ജമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ജൂൺ മാസം 2-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 2-ാം തീയതി തന്നെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം കഴിഞ്ഞ് ഉച്ചവരെ ഉണ്ടാകും. ഉച്ചശേഷം എല്ലാ സ്കൂളിലെയും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ ഏതാണ്ട് സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞു, യൂണിഫോം എത്തിക്കഴിഞ്ഞു. അത് മഴ കാരണം കുറച്ചൊരു മൂവ്മെൻറ്റിനൊരു തടസ്സം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാലവർഷക്കാലത്ത് അപകടങ്ങൾ മുന്നിൽ കണ്ട് എല്ലാ വർഷത്തെയും പോലെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഉറപ്പാക്കും. സ്കൂൾ ബസ്സുകൾക്കും ഫിറ്റ്നസ് നിർബന്ധം. സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ വെരിഫിക്കേഷൻ എന്നിവയും ഉറപ്പാക്കും. അതല്ല, സ്കൂൾ ബസ്സിൽ പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം, ഡ്രൈവർമാരുടെ മെഡിക്കൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അക്കാര്യങ്ങളിലാണ് നമ്മൾ ഏതാണ്ട് 100ഓളം വരുന്ന കാര്യങ്ങൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിൽ നിന്ന് ടിക്ക് ചെയ്ത് വാങ്ങുകയാണ്. ടിക്ക് ചെയ്ത് DOമാർ EIOമാർ മുഖാന്തരം വാങ്ങുകയാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലെന്ന് സംബന്ധിച്ചോളം ചില കുറവുകളൊക്കെ ചിലപ്പോൾ ഗ്രാമപ്രദേശത്തൊക്കെ ഉണ്ടായെന്ന് വരും. ഏത് സാഹചര്യത്തിലും ജൂൺ മാസം 2-ാം തീയതി പോലും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ഗവൺമെൻറ് നിറവേറ്റിയിരിക്കുന്നു. ജൂൺ 2-ന് സ്കൂൾ തുറക്കുമ്പോൾ 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് പുതുതായി പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷത്തിലധികം അധ്യാപകരുമുണ്ടാകും. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള വഴികളും ഉൾപ്പെടുത്തി ക്ലാസുകൾ നൽകാനും ഈ അധ്യയന വർഷം മുതൽ തീരുമാനമുണ്ട്. 24 തിരുവനന്തപുരം. മുന്നറിയിപ്പ് നൽകാതെ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ റദ്ദാക്കി. കാലാവസ്ഥാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കപ്പൽ റദ്ദാക്കിയത്. മുന്നറിയിപ്പ് നൽകാത്തതിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. ചികിത്സയ്ക്ക് മറ്റുമായി കൊച്ചിയിലെത്തിയ ലക്ഷദ്വീപുകാരാണ് പ്രതിസന്ധിയിലായത്. ഈ മഴയത്തെ ടാക്സിയൊക്കെ വിളിച്ചു വന്നതാണ്. വന്നു നോക്കിയപ്പോൾ ഇവിടുത്തെ ആൾക്കാർ 2 ബസ് ആളുകൾ കയറാൻ പോയി. അപ്പോഴാണ് അറിയുന്നത്, ക്യാപ്റ്റൻ പറഞ്ഞു വെതർ വാർണിംഗ് കൊണ്ട് കപ്പൽ എന്തായില്ല, ഇന്ന് പോകുന്നില്ല, ഇനി എപ്പോഴാണെന്ന് അറിയിക്കാൻ പറഞ്ഞു. MV കവരത്തി എന്ന കപ്പലിൽ കവരത്തി, മിനിക്കോയ് തുടങ്ങിയ ദ്വീപുകളിലേക്ക് പോകാനാണ് യാത്രക്കാർ രാവിലെ വില്ലിംഗ്ടൺ ഐലൻഡിലെ പാസഞ്ചർ പോർട്ടിലെത്തിയത്. എന്നാൽ ഓൾ വെതർ ഷിപ്പായ MV കവരത്തിയിൽ ബോർഡ് ചെയ്ത യാത്രക്കാരെ അടക്കം ഇറക്കിവിട്ടു. കാലാവസ്ഥ പ്രതികൂലമെന്ന് അധികൃതർ. ചികിത്സയ്ക്കും മറ്റുമായി കൊച്ചിയിലെത്തിയവരുടെ മടക്കയാത്രയാണ് മുടങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായാലും പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ലക്ഷദ്വീപ് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഞങ്ങൾ ഒരുപാട് DDOയോട് ഒരുപാട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഉള്ളിൽ. അദ്ദേഹവും നല്ല നിലയ്ക്ക് ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇന്നലെ വന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് കടലിൽ ബോർഡ് ചെയ്യുന്നതുവരെ തങ്ങളെ അറിയിച്ചില്ലെന്ന് യാത്രക്കാർ. ഇനി എന്ന് യാത്ര തിരിക്കാനാകുമെന്ന വിവരവും ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതാണ് ഇവിടെ വന്നതിന് ശേഷമാണ്, അതും മാത്രമല്ല ബോർഡ് ചെയ്തതിനു ശേഷമാണ് ആൾക്കാർക്ക് അറിയുന്നത് ഇങ്ങനെ ഒരു വെതർ വാർണിംഗ് ഉണ്ടെന്നുള്ളത്. ശരിക്കും അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇന്നലെ വന്ന വാർണിംഗ് ആണത്, വെതർ വാർണിംഗ്. അത് ശരിക്കും ഇന്നലെ തന്നെ അറിയിച്ചാൽ മതിയായിരുന്നു, ആരും വരേണ്ട കാര്യമില്ല. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിലുള്ള പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. നിലവിൽ താമസിച്ചിരുന്ന മുറികൾ വെക്കേറ്റ് ചെയ്തിറങ്ങിയതാണ്. പുതിയ താമസം തരപ്പെടുത്തുന്നതിനുള്ള പ്രയാസങ്ങളടക്കം സാമ്പത്തിക പ്രശ്നങ്ങൾ വരെ യാത്രക്കാരെ അലട്ടുന്നുണ്ട്. എത്രയും വേഗം ദ്വീപുകളിലെത്തുവാനുള്ള മാർഗം സർക്കാർ ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 കൊച്ചി. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. 3395 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ മാത്രം 1336 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും ഒരാൾ മരിച്ചെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ 1336 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര 467, ഡൽഹി 375, ഗുജറാത്ത് 265, കർണാടക 234 എന്നിങ്ങനെയാണ് കോവിഡ് ബാധ. കേരളത്തിലുൾപ്പെടെ ഇതുവരെ 8 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. 1435 പേർ രോഗമുക്തരായി. സംസ്ഥാനങ്ങളിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെ സാഹചര്യം, അടിയന്തര സൗകര്യം എന്നിവ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ജൂൺ 2-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ജില്ലാ, താലൂക്ക് തലങ്ങളിൽ ആശുപത്രികളിലെ തയ്യാറെടുപ്പുകൾ, പരിശോധന, മരുന്ന്,
PPE കിറ്റുകൾ, ഐസൊലേഷൻ സൗകര്യം, ഓക്സിജൻ ലഭ്യത, വെന്റിലേറ്റർ, കിടക്കകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾ മോക്ക് ഡ്രില്ല് നടത്തണമെന്നും നിർദ്ദേശം. 24 ഡൽഹി. പാലക്കാട് കോങ്ങാട് വൻ ലഹരിവേട്ട. 1 കിലോ MDMA-യുമായി യുവതിയും യുവാവും പിടിയിലായി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് ശ്രീജിത്ത്, 1 കിലോ അല്ല, 1 കിലോ 300 ഗ്രാം ഉണ്ട്. സമീപ കാലത്ത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത്. ഇവരിത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇവരുടെ പങ്കെന്താണ്? വെറും ഇത് കാരിയേഴ്സ് എന്ന നിലയിൽ മാത്രമാണോ, അതോ വലിയ ലഹരി സംഘത്തിലെ പ്രധാനികളാണോ പിടിയിലായ ഈ യുവതിയും യുവാവും? വിജയകുമാർ, കാരിയേഴ്സ് മാത്രമല്ല, വലിയ ലഹരി സംഘത്തിലെ പങ്കാളികൾ എന്ന വിവരമാണ് ഡാൻസ് ഓഫ് സംഘം ഇപ്പോൾ നമുക്ക് നൽകുന്നത്. 1 കിലോ 300 ഗ്രാം, അത്ര ചെറിയ മീനുകളല്ല ഈ സരിതയും സുനിലും. അതാണ് അവരുടെ പേരുകൾ. മങ്കര സ്വദേശി ഹരിദാസിന്റെ മകൻ സുനിൽ, അതുകൂടാതെ സരിത പത്തിരിപ്പാല സ്വദേശിനിയാണ്. തൃശൂർ ഐക്കാട്ടേക്ക് വിവാഹം ചെയ്ത് അയച്ചതാണ്. ഇരുവരും ചേർന്ന് ഈ സംഘം കച്ചവടം നടത്തിയിരുന്നത് പ്രധാനമായും ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ്. കാറ്ററിംഗ് സ്ഥാപനത്തിന് വേണ്ടി കോങ്ങാട് വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് സൂക്ഷിച്ചിരുന്നത്. ഈ ലഹരി മരുന്ന് മാത്രമല്ല, ഇത് തൂക്കാൻ ഉപയോഗിച്ച ത്രാസും അതുപോലെ തന്നെ പണവും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് തന്നെ ചില്ലറ വിൽപ്പന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ ബംഗളൂരുവിൽ നിന്നാണ് ഇത് എത്തിച്ചത് എന്നൊരു വിവരമാണ് പോലീസിന് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. പാലക്കാട് എസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘവും ലഹരി വിരുദ്ധ സംഘവും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെയാണ് ഈ വാടക വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ വലിയ ക്വാണ്ടിറ്റിയിലുള്ള ലഹരി മരുന്ന് പിടികൂടുന്നത്. എന്തായാലും ഈ സരിതയും സുനിലും ഇവിടേക്ക് മാത്രമല്ല, കേരളത്തിൽ എറണാകുളം, അതുപോലെ തന്നെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്ക് ഉൾപ്പെടെ ലഹരി മരുന്ന് ഇതിനു മുൻപും കടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ഇതിനകം തന്നെ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള ഏജന്റുമാർ ബംഗളൂരുവിലുണ്ട്. അവർ മലയാളികളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ കണ്ടെത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഇവരുടെ ഫോൺ കോൾ രേഖകളടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ പാലക്കാട് SP-യുടെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് സംഘം നൽകുന്നത്. ശ്രീജിത്ത്, ഇവരിത് എവിടേക്കാണ് കൊണ്ടുവന്നത്? ഇപ്പോൾ പിടിയിലായത് അവിടെ കോങ്ങാട് നിന്നാണ്. ഇവരിത് എവിടേക്ക് കൊണ്ടുവരാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്? അതായത് പാലക്കാട് കോങ്ങാട് വെച്ച് ഇത്തരത്തിൽ ലഹരി മരുന്ന് സൂക്ഷിക്കുക, അതിനുശേഷം പല മേഖലകളിലേക്കായി ചില്ലറ വിൽപ്പനക്കാർ ഇവിടേക്കെത്തും. ഈ കോങ്ങാട് ഈ പ്രദേശത്തേക്ക് എത്തും, ഈ വാടകയ്ക്കെടുത്ത ഈ വീട്ടിലേക്ക് എത്തും. അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കായി ചെറുകിട വിൽപ്പനക്കാർ ഇത് കൊണ്ടുപോകുമെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് കണ്ട് അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ അവിടുന്ന് ഒരു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന മേഖലയിൽ നടന്നിരിക്കുന്നത്. എന്തായാലും വൻ ലഹരി മരുന്ന് വേട്ടയാണ്. ഇത് ആദ്യത്തെ തവണയല്ല ഇവർ കൊണ്ടുവരുന്നത്. ഇതിനു മുൻപും ഇതിലധികം വരുന്ന ക്വാണ്ടിറ്റി, അളവിൽ കൂടുതലുള്ള ഈ പറയുന്ന ലഹരി മരുന്ന് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പോലീസിന് ഇവർ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ കസ്റ്റഡിയിലാകും, അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. 1 കിലോ 300 ഗ്രാം രാസലഹരിയാണ് പിടികൂടിയത്. വലിയ ക്വാണ്ടിറ്റിയാണ്. ഇത് ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് അവർ മൊഴി നൽകിയത്. കേരളത്തിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ്. ഇത് ലഹരി സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. അവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നു എന്നാണ് അപ്പോൾ എക്സൈസും പോലീസും അറിയിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് കൈമാറിയത്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് അരുത് അക്രമം അരുത് ലഹരി എന്ന സന്ദേശവുമായി SKN40 കേരള യാത്ര സംഘടിപ്പിച്ചത്. മാർച്ച് 16-ന് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20-ന് കോഴിക്കോട് ബീച്ചിലാണ് സമാപിച്ചത്. യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ
യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറുമോ? അത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും മയക്കുമരുന്ന് വ്യാപനത്തിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകങ്ങൾ, പ്രശ്നം പരിഹരിക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് 24 ഗവേഷണ വിഭാഗം യാത്രയിലുടനീളം നടത്തിയത്. മയക്കുമരുന്നിനടിമയായവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണക്കാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്നും മുക്തരായവർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം ചർച്ചകൾ നടത്തി. ഇതേ തുടർന്ന് ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഭീഷണി ഫലപ്രദമായി തടയുന്നതിനുള്ള ശുപാർശകളും പരിഹാരമാർഗങ്ങളും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ചടങ്ങിൽ 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ്, ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനയെ കാട് കയറ്റി. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ദൗത്യം ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് RRT സംഘം വിജയകരമായി പൂർത്തിയാക്കിയത്. അട്ടപ്പാടി ചീരക്കടവിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വയോധികൻ മല്ലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. രാവിലെ 7 മണിക്ക് തന്നെ ദൗത്യത്തിനായി ധോണിയിൽ നിന്നുള്ള കുംകിയാന അഗസ്റ്റിനെ എത്തിച്ചു. എന്നാൽ കുങ്കിയെ ഇറക്കാതെ തന്നെ RRT സംഘം പടക്കം പൊട്ടിച്ച ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കൊമ്പനെ കാടുകയറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. ഉച്ചയ്ക്ക് മുൻപ് തന്നെ പ്രദേശത്തെ റെയിൽപാളങ്ങളിൽ ഒന്ന് കടത്തിവിട്ടെങ്കിലും പിന്നെയും ആന പഴയ ഭാഗത്തേക്ക് തിരിച്ചു വന്നു. 12 മണിയോടെ തുടങ്ങിയ രണ്ടാം ദൗത്യം 2:30 മണിവരെ നീണ്ടു. ഇതിനിടയിൽ ആദ്യ റെയിൽവേ ട്രാക്ക് ആന മറികടന്നു. 10 മിനിറ്റ് വ്യത്യാസത്തിൽ 2.25 കിലോമീറ്റർ ദൂരത്തിലുള്ള രണ്ടാം ട്രാക്കിലേക്ക് കാട്ടാന എത്തിയ ദൃശ്യങ്ങളും 24ന്റെ ക്യാമറയിൽ പതിഞ്ഞു. വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരികെ കയറാനെത്തിയ കൊമ്പൻ പക്ഷേ കാട്ടിലേക്ക് തന്നെ കയറിപ്പോയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് കുറച്ച് ദിവസങ്ങൾ കൂടി നിരീക്ഷണം തുടരാനാണ് തീരുമാനം. അതിനിടെ ഇന്നലെ കാട്ടാന ആക്രമിച്ച നെഞ്ചിലും വാരിയലിലും ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അട്ടപ്പാടി ചീരക്കടവ് ഉന്നതിയിലെ മല്ലൻ എന്ന 75 വയസ്സുകാരൻ ഇന്ന് മരിച്ചു. പശുവിനെ മേയ്ക്കാൻ വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തേക്ക് എത്തിയപ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മല്ലൻ വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെ ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് മരണം സംഭവിച്ചത്. രാജീവ് സുദേവിനൊപ്പം ശ്രീജു ശ്രീകുമാരൻ, 24 പാലക്കാട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ കേസിൽ രാജ്യവ്യാപക റെയ്ഡുമായി NIA 8 സംസ്ഥാനങ്ങളിലെ 15 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, എന്തൊക്കെ നിർണായക വിവരങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്തി എന്നതിൻ്റെ സൂചനകളോ വിവരങ്ങളോ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഈ പാകിസ്ഥാൻ ചാരവൃത്തി നടത്തിയതുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ഇൻഫ്ലുവൻസർ, അതുപോലെ തന്നെ CRPF ഉദ്യോഗസ്ഥൻ തുടങ്ങിയ നിരവധി പേരെയാണ് ഈ പല അന്വേഷണ ഏജൻസികളും അതുപോലെ പോലീസും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് NIA കൂടി ഇപ്പോൾ ഇതിനെതിരെ പാകിസ്ഥാൻ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത്. 8 സംസ്ഥാനങ്ങളിലെ 15 ഇടങ്ങളിലാണ് ഈ റെയ്ഡ് നടത്തിയത്. ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം എന്നിവിടങ്ങളിലാണ് NIAയുടെ നടപടി ഉണ്ടായത്. ഇതിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിരവധി ഡോക്യുമെന്റുകളും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ സൈനിക പരമായിട്ടുള്ള സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസറുമായി അവർക്ക് പങ്കുവച്ചതുമായുള്ള ചില സൂചനകൾ NIAക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 15 ഇടങ്ങളിലായി NIA റെയ്ഡ് നടത്തിയത്. എന്തായാലും റെയ്ഡിൽ നിരവധി ഉപകരണങ്ങളും ഡോക്യുമെന്റുകൾ, ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള നിർണായക വിവരങ്ങൾ അടക്കം
ഇപ്പോൾ NIA ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ അടുത്ത മണിക്കൂറിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. അച്യുതൻ, ഇപ്പോൾ ജ്യോതി മൽഹോത്രയിൽ തുടങ്ങി, സമീപ ദിവസങ്ങൾ പരിശോധിച്ചാൽ ജ്യോതി മൽഹോത്രയിൽ തുടങ്ങി ഇന്നിപ്പോൾ മുംബൈയിൽ യുദ്ധക്കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരാൾ ചോർത്തി നൽകി, അയാൾ അടക്കം പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് എന്ന് അപ്പോൾ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് NIA-യുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അത് തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാർ വ്യാജ അക്കൗണ്ടുകളിലൂടെ ഇന്ത്യയുടെ പല ആളുകളുമായി ബന്ധപ്പെട്ടതായും ഒപ്പം തന്നെ ചില ഇൻഫ്ലുവൻസർ, നമ്മൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജ്യോതി മൽഹോത്രയെ പോലുള്ള ഇൻഫ്ലുവൻസർ വഴി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചതായും നേരത്തെ CRPF ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെത്തായും NIA കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ NIA-യുടെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലും കൂടിയാണ് NIA രാജ്യവ്യാപകമായി ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ആ നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ശരി അച്യുതൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിലെ 15 കേന്ദ്രങ്ങളിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ പരിശോധന. വളരെ സുപ്രധാന വിവരങ്ങൾ അതിൽ കിട്ടിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ നടന്ന ഏറ്റവും വലിയ ഭീകരവിരുദ്ധ നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയതിന് മുംബൈയിൽ ഒരാളെ തീവ്രവാദ വിരുദ്ധ സേന ഇന്ന് അറസ്റ്റ് ചെയ്തു. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക്ക് ഡ്രിൽ നടന്നു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന പൊതുപരിപാടിയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടി പ്രധാനമന്ത്രി വീണ്ടും വിശദീകരിച്ചത്. പെഹൽഗാമിലേത് ഇന്ത്യൻ സംസ്കാരത്തിന് മേലുള്ള പ്രഹരമായിരുന്നു. അത് ചെയ്ത ഭീകരന്മാരുടെ കാലനായി ഓപ്പറേഷൻ സിന്ദൂർ മാറി. ഗോലി കാ ജവാബ് ഗോലെ സെ ദിയാ ജായേഗാ. ऑपरेशन सिंदूर हमारी नारी शक्ति के सामर्थ्य का भी प्रतीक बना है. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാനികൾക്ക് അനുശോചനം അറിയിച്ച നിലപാട് കൊളംബിയ തിരുത്തിയത് ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമായി. മുൻ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചതിൽ സന്തോഷമെന്ന് ശശി തരൂർ MP പറഞ്ഞു. വൈകിട്ട് 5 മണിയോടെ പഞ്ചാബ്, ജമ്മു കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്രിൽ നടന്നു. 14 യുദ്ധക്കപ്പലുകളിലെങ്കിലും വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് മുംബൈയിൽ ഒരാളെ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടിയത്. മുംബൈയിലെ ഒരു സ്വകാര്യ പ്രതിരോധ സ്ഥാപനത്തിലെ ടെക്നീഷ്യനായ രവി മുരളീധർ വർമ്മയാണ് അറസ്റ്റിലായത്. മസ്ഗാവ് ഡോക്യാർഡിൽ യുദ്ധക്കപ്പലുകളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലെ ഇയാളുടെ ചാറ്റ് വിവരങ്ങൾ ATS ശേഖരിച്ചു. പ്രീതി ജയ്സ്വാൾ എന്നൊരു അക്കൗണ്ടുമായി ഇയാൾ അടുത്തു സംസാരിച്ചതിന് തെളിവ് കിട്ടി. ഹണി ട്രാപ്പ് നടന്നെന്നാണ് സംശയിക്കുന്നത്. നവംബർ മുതലാണ് പ്രീതി എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് ഇയാൾക്ക് സന്ദേശങ്ങൾ കിട്ടി തുടങ്ങിയത്. പ്രീതിയുടെ സുഹൃത്തെന്ന പേരിൽ മറ്റൊരാളും ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് ATS-ൽ നിന്ന് വിവരം കിട്ടിയതിന് പിന്നാലെ 2 മാസം മുമ്പ് തന്നെ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണെന്ന് കമ്പനി 24-നോട് പറഞ്ഞു. 24 മുംബൈ. നിലമ്പൂരിൽ ആവേശപ്പോര്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കും. തിങ്കളാഴ്ച പത്രിക സമർപ്പിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ 24-നോട് പറഞ്ഞു. എൻകൗണ്ടർ പ്രൈമിലായിരുന്നു പ്രതികരണം. ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച നിലമ്പൂരിലേക്ക് എത്തിച്ചേരാൻ പാർട്ടി നേതാക്കൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. നോമിനേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനവും ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും. അത് തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് 100% ഞങ്ങൾ കരുതുന്നത്. ആഘോഷമാണോ അല്ലയോ എന്നൊക്കെ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ പറയാം. ശ്രീ PV അൻവറിനോട് ഇവിടുത്തെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം വഞ്ചന കാണിച്ചിരിക്കുന്നു. രണ്ടുപേരും കൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ നല്ലൊരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ നിലമ്പൂരിന് നഷ്ടപ്പെടരുത് എന്നുള്ള അവിടുത്തെ സാധാരണക്കാരുടെ വികാരമാണ് അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം മത്സരിക്കില്ലെന്നും ഇനി UDF-ലേക്കില്ല എന്നുമായിരുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് അൻവർ പറഞ്ഞത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നിലപാടിൽ അദ്ദേഹം മലക്കം പറഞ്ഞു. PV അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് UDF-ലെ ഒരു പൊതുധാരണ. ഞാനിനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്.
ആഴ്ചകൾ നീണ്ട മാരത്തൺ ചർച്ചകൾ സമവായത്തിൽ എത്താതിരുന്നതോടെയാണ് UDF-ലേക്കില്ലെന്ന PV അൻവറിന്റെ വൈകാരികത നിറഞ്ഞ ഈ പ്രഖ്യാപനം. ഒറ്റയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ പിന്മാറുന്നുവെന്നും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട PV അൻവർ വ്യക്തമാക്കി. എന്നാൽ നേരമിരുട്ടു മുന്നേ ഈ നിലപാടിൽ നിന്നും PV അൻവർ പിന്നോട്ട്. UDF പ്രവേശനത്തിലും മത്സരത്തിലും PV അൻവറിന്റെ പുതിയ നിലപാട് ഇങ്ങനെ: മത്സരിക്കാൻ ഞാനുണ്ട്, മത്സരിക്കാൻ എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല, അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു ഇന്ന് രാവിലെ PV അൻവർ മാധ്യമങ്ങളെ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് VD സതീശനാണെന്ന അൻവറിന്റെ കുറ്റപ്പെടുത്തൽ. തൽക്കാലം അൻവറിനെ പ്രകോപിപ്പിക്കേണ്ടെന്ന പൊതുധാരണയിലാണ് നേതാക്കൾ. അങ്ങനെ LDF-ന് എതിരെ പിന്നെ അവർ കൂടുതൽ പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒന്നുമല്ല. LDF-നെതിരെ അൻവറിനെ സംബന്ധിച്ച് അൻവർ നേരത്തെ തന്നെ LDF ഗവൺമെൻറ്റിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്ന ആളാണ്. ഞങ്ങളുടെ അജണ്ടയും അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസാന നിമിഷം വരെയും എൻ്റെ പ്രതീക്ഷ. മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ 2 ദിവസം കൂടി സമയമുണ്ടല്ലോ എന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ഇതിനാൽ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്നു. ആവേശകരമായ റോഡ് ഷോയോടെ LDF പ്രചാരണത്തിൽ സജീവമായി. 100 കണക്കിന് ആളുകൾ അണിനിരുന്ന പ്രകടനത്തോടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. M സ്വരാജ് തിങ്കളാഴ്ച പത്രിക നൽകും. എപ്പോഴും ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. എന്നാൽ മഴയ്ക്കും തണുപ്പിക്കാവുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം. സ്ഥാനാർത്ഥികൾ കളനിറഞ്ഞതോടെ നിലമ്പൂർ ആവേശപ്പോരിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി നിലമ്പൂരിലെത്തിയ M സ്വരാജിന് വമ്പൻ സ്വീകരണം നൽകിക്കൊണ്ടാണ് LDF പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണം പ്രവർത്തകരുടെ ആവേശത്തിൽ റോഡ് ഷോയായി മാറി. ജന്മനാടിന്റെ ഊഷ്മളമായ സ്വീകരണത്തിൽ ആവേശഭരിതനായ M സ്വരാജിന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഏറ്റവും ആവേശകരമായ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പലരെയും വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ചിലരുൾപ്പെടെ ഇവിടെ കാണുകയുണ്ടായി. അത് വളരെ ആഹ്ലാദ നിർഭരമായ ഒരു കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷവും മണ്ഡലത്തിലാകെ LDF-ന്റെ റോഡ് ഷോ നടന്നു. രാവിലത്തെ LDF-ന്റെ റോഡ് ഷോ നിലമ്പൂർ ടൗണിൽ എത്തുമ്പോഴേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള UDF-ന്റെ പ്രകടനം തുടങ്ങിയിരുന്നു. കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു UDF-ന്റെ ആവേശകരമായ പ്രകടനം. എതിരാളി ആരായാലും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന വിശ്വാസത്തിലാണ് UDF. വലിയ പ്രതീക്ഷയുണ്ട്, വലിയ 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 ആത്മവിശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷ. ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരമാകുമെന്ന് ഉറപ്പായി. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ മത്സരിക്കുന്നതിനെ ചൊല്ലി NDAയിൽ കടുത്ത അനിശ്ചിതത്വം. മത്സരിക്കാനില്ലെന്ന BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തെ അറിയിച്ചു. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന് പറയാം എന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. തിങ്കളാഴ്ചയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് തുടങ്ങിയ ആശയക്കുഴപ്പം NDA ക്യാമ്പിൽ ഇന്നും തുടരുന്നു. BDJS-ന് സീറ്റ് നൽകി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന BJP-യുടെ പദ്ധതി തുടക്കത്തിലെ പാളി. BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചെങ്കിലും ആരും മത്സരിക്കാൻ തയ്യാറായില്ല. അവസാനം സീറ്റ് വേണ്ടെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ BJP നേതൃത്വത്തെ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നും ആവർത്തിച്ചു. അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു അനാവശ്യമായ ഒരു മത്സരമാണ്, ഒരു ഇലക്ഷൻ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞത്. LDF-ഉം UDF അല്ലേ ഈ ഇലക്ഷന്റെ ഒരു സൃഷ്ടിക്കുന്ന അവരല്ലേ ചുമതല, അവര് ചെയ്തു. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് LDF-ഉം UDF-ഉം രാഷ്ട്രീയ പ്രചാരണമാക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത് CPIM BJP ബാന്ധവത്തിന്റെ തെളിവാണെന്നാണ് UDF ക്യാമ്പിന്റെ ആരോപണം.
LDF-നെ തോൽപ്പിക്കാൻ BJP-യും കോൺഗ്രസും ഉൾപ്പെട്ട മഴവിൽ സഖ്യം രൂപപ്പെട്ടുവെന്നാണ് CPIM-ന്റെ മറുപടി. ആരോപണങ്ങൾ തുടരുമ്പോഴും നാമനിർദ്ദേശ പത്രിക നൽകുന്ന അവസാന ദിനം മാത്രമേ NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. 24 നിലമ്പൂർ. ഗസയിൽ 2 മാസത്തേക്ക് വെടിനിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു. വെടിനിർത്തൽ നിർദ്ദേശം പരിശോധിച്ചു വരികയാണെന്ന് ഹമാസ്. പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ നാശം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70 പേർ കൊല്ലപ്പെട്ടു. 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ജീവനോടെയുള്ള 18 ഇസ്രായേലി ബന്ദികൾക്കും മരിച്ച 10 ബന്ദികൾക്കും പകരമായി 1236 പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും 180 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈമാറാനുമാണ് വ്യവസ്ഥ. വെടിനിർത്തൽ കരാറിൽ ഹമാസ് ഒപ്പിടുന്ന പക്ഷം ഗസയിലേക്ക് ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രസന്റും മറ്റ് സന്നദ്ധ സംഘടനകളും മാനുഷിക സഹായം എത്തിക്കും. വെടിനിർത്തൽ കരാർ വ്യവസ്ഥയോട് ഇസ്രായേൽ യോജിച്ചെങ്കിലും പദ്ധതി പരിശോധിച്ചു വരികയാണെന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ബാക്കിയുള്ള 58 ബന്ദികളെയും കൈമാറണമെന്നുമാണ് ഇസ്രായേലിന്റെ ആവശ്യം. എന്നാൽ സമ്പൂർണ്ണ നിരായുധീകരണത്തോട് ഹമാസ് യോജിച്ചിട്ടില്ല. പകരം ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. 60 ദിവസത്തെ വെടിനിർത്തൽ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു. വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ കനത്ത ആക്രമണം നേരിടേണ്ടിവരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. വടക്കൻ നൈജീരിയയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണം 115 ആയി. മൊക്വ നഗരത്തിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണിക്കൂറുകളോളം നിലനിന്ന പേമാരിയെ തുടർന്നാണ് വ്യാഴാഴ്ച പുലർച്ചെ മിന്നൽ പ്രളയം വടക്കൻ നൈജീരിയയിലെ മോക്വ നഗരത്തിൽ കനത്ത നാശം വിതച്ചത്. പ്രളയജലം ഒഴുകിയെത്തി മോക്വ നഗരത്തിലെ 50ഓളം വീടുകൾ ഒലിച്ചുപോയി. കർഷക സമൂഹങ്ങൾ ധാരാളമുള്ള പ്രദേശമാണ് മോക്വ പട്ടണം. വീടുകളിലുണ്ടായിരുന്നവർ ഉറക്കത്തിലായിരുന്നതിനാലാണ് മരണനിരക്ക് കൂടിയത്. മോക്വയിലെ ടിഫിൻ മാസ, അങ്വാൻ, ഫൗസാവ ജില്ലകളെയാണ് പ്രളയം കൂടുതലായി ബാധിച്ചത്. മരിച്ചവരിൽ ഏറെയും കുട്ടികളെന്ന് നൈജർ സ്റ്റേറ്റ് എമർജൻസി മാനേജ്മെന്റ് വ്യക്തമാക്കി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 2022-ൽ നൈജീരിയയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 600 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. തന്റെ മാനേജർ എന്നവകാശപ്പെട്ട വിപിൻ നൽകിയ പരാതി വ്യാജമെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. വിപിനെതിരെ അമ്മയിലും ഫെഫ്കയിലും പരാതിയുണ്ട്. തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ വിപിനെ ആയുധമാക്കിയെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു. മാനേജർ എന്ന് അവകാശപ്പെട്ട വിപിൻ തനിക്കെതിരെ നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമെന്നാണ് ഉണ്ണി മുകുന്ദന്റെ ആരോപണം. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് വിപിൻ തന്നോട് ചെയ്തത്. ഇത് ചോദിക്കാൻ പോയപ്പോൾ ചൂടായി സംസാരിക്കുന്നതിനിടയിൽ കൂളിംഗ് ഗ്ലാസ് താൻ വലിച്ചെറിഞ്ഞു. വിപിനെ താൻ തല്ലിയിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു പോയി. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്തു നിന്നായിട്ടുണ്ട്. അത് പുള്ളി സമ്മതിച്ചു. വിപിനെതിരെ ഒരു നടി ഫെഫ്കയിൽ പരാതി നൽകിയിരുന്നു. അമ്മയിലും വിപിനെതിരെ പരാതിയുണ്ട്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വിപിൻ ഉണ്ടാക്കിയ നാടകമാണ് എല്ലാവരും കണ്ടത്. തനിക്കെതിരായ പരാതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേത് എന്ന് പറഞ്ഞ് ഫോൺ കോൾ പുറത്തുവിട്ടു. അത് പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്ന് പോലും തനിക്ക് സംശയമുണ്ട്. ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കയിലോ എവിടെ ഒരു കംപ്ലൈന്റ് ഇയാൾക്കെതിരെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. 2 ആഴ്ച മുൻപും ഒരു സ്ത്രീ തന്നെ വിളിച്ച് വിപിനെതിരെ പരാതി പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് താൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ടൊവിനോ തോമസിനെ കുറിച്ച് താൻ മോശം പരാമർശം നടത്തിയിട്ടില്ല. തന്നെ തകർക്കാൻ ശ്രമിച്ചവർ വിപിനെ ആയുധമാക്കിയെന്നും ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു. 24 കൊച്ചി. വൈപ്പിനിൽ വാട്ടർ മെട്രോ ബോട്ട് നിർത്തിയിട്ടിരുന്ന റോറോ ജങ്കാറിലിടിച്ചതിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ശക്തമായ ഒഴുക്കിൽ വാട്ടർ മെട്രോ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നാണ് പ്രാഥമിക നിഗമനം.
അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഹൈക്കോടതി ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ വാട്ടർ മെട്രോ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വൈപ്പിൻ ജെട്ടിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കവേ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായി റോറോയിൽ ഇടിക്കുകയായിരുന്നു. മറ്റൊരു ബോട്ടിന്റെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട ബോട്ട് ജെട്ടിയിലടുപ്പിച്ച് യാത്രക്കാരെ ഇറക്കി. സംഭവത്തെ തുടർന്ന് 2 മണിക്കൂറോളം വാട്ടർ മെട്രോ സർവീസ് നിർത്തിവെച്ചു. ശക്തമായ കാറ്റുമൊഴുക്കും അപകടത്തിന് കാരണമായെന്നാണ് നിഗമനം. KMRLന്റെ ആഭ്യന്തര അന്വേഷണം ഉടൻ പൂർത്തിയാക്കും. 24 കൊച്ചി. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. ജലവിനോദങ്ങളുടെ നിയന്ത്രണം നീക്കിയിട്ടില്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, മഴയ്ക്ക് ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒക്കെ കുറവ് വന്നിട്ടുണ്ടോ? കാര്യമായി എന്താണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്നത്? വിജയകുമാർ, മഴ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജലവിനോദങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം നാളെ മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അത്തരം ഒരു നിയന്ത്രണം ഒഴിവാക്കിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ വിനോദസഞ്ചാര കേന്ദ്ര മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്നു. അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മഴ മാറി നിൽക്കുന്നു. നാളെ ഗ്രീൻ അലേർട്ടാണ്. ഒരു തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകളും നാളെ ഇടുക്കി ജില്ലയിലില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിയന്ത്രണം ഒഴിവാക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ അപകട സാധ്യതയുള്ള മേഖലകളിലൂടെയുള്ള യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അത് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഈ നിയന്ത്രണം മാറ്റിയിരിക്കുന്നു. അത് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ആളുകൾ എത്താൻ വേണ്ടിയുള്ള സാധ്യത, ഇതിപ്പോൾ ഈ മഴ തുടങ്ങുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു നിയന്ത്രണം. ഇത് മാറ്റിയതോടുകൂടി ആളുകൾക്ക് വീണ്ടും വിനോദസഞ്ചാര മേഖലകളിൽ എത്താനുള്ള സാധ്യത തെളിയുകയാണ്. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ നാളെ ഗ്രീൻ അലേർട്ട്, മഴ പെയ്യില്ല എന്നാണ് ഇടുക്കിയുടെ കാര്യത്തിലെ കാലാവസ്ഥാ വിലയിരുത്തൽ. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ തീരുമാനം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പോഞ്ഞിക്കരയിൽ മഴ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീടിന് സമീപം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കുമെന്ന് നഗരസഭ. 100ഓളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിലായതിന് പിന്നാലെ കിലോമീറ്ററുകൾക്കപ്പുറം ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. തൊട്ടടുത്ത പ്രദേശമായ മുല്ലക്കലിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കുമെന്നാണ് നഗരസഭ ഇപ്പോൾ ഉറപ്പ് നൽകിയത്. പോഞ്ഞിക്കരയുടെ അവസ്ഥ പുറത്തെത്തിച്ച 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നഗരസഭയുടെ ഇടപെടലുണ്ടായത്. ആലപ്പുഴ നഗരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പോഞ്ഞിക്കര. 50ഓളം കുടുംബങ്ങളാണ് വെള്ളത്തിനടിയിലായത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും കൊറ്റൻകുളങ്ങരയിലും പള്ളാത്തുരുത്തിയിലും സ്ഥിതി ചെയ്യുന്ന ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറല്ലെന്നായിരുന്നു പ്രദേശവാസികളുടെ നിലപാട്. കൗൺസിലർ പറഞ്ഞ ക്യാമ്പ് നടത്താൻ പള്ളാത്തുരുത്തി ചെല്ലണം, അവിടെ പോകാനുള്ള സൗകര്യം ഞങ്ങൾക്ക് പറ്റത്തില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയി ഇതൊഴുകിപ്പോയാൽ ഞങ്ങൾ അറിയൂ. ശക്തമായ മഴ ഇനി പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം 10-400 കുടുംബങ്ങൾ അധികം വെള്ളത്തിനടിയാൻ സാധ്യതയുണ്ട്. ഒരു കുടുംബം മാത്രമാണ് ആവശ്യം ഉന്നയിച്ചതെന്നും ബാക്കി കുടുംബങ്ങളുടെ ആവശ്യം ഉടൻ പരിഗണിക്കാമെന്നും കൗൺസിലറുടെ ഉറപ്പ്. അവരോട് ഞാൻ ക്ലിയർ ആയിട്ട് അത് പറയുകയും ചെയ്തു. കാരണം നമുക്ക് ഒരു കുടുംബത്തെ ആയതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ക്യാമ്പ് തുടങ്ങും എന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് അറിയിച്ചത് നമ്മൾ പറയുകയും ചെയ്തു. അവർക്ക് ക്യാമ്പിലോട്ട് മാറേണ്ട, നമുക്ക് ഫുഡ് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കിച്ചണായിട്ട് നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ ആ രീതി ചെയ്യണം. ഇപ്പൊ മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് വീട്ടുകാരെ എടുത്തിട്ട് അതിലൊരു കൺവീനറെ എടുത്തിട്ട് റേഷൻ കാർഡ് വാങ്ങി ഭക്ഷണ സാധനങ്ങൾ വില്ലേജ് ഓഫീസർ അസൈൻ ചെയ്ത് അനുസരിച്ച് മേടിച്ചിട്ട് അവിടെ പാകം ചെയ്യും. വീടുകൾക്ക് സമീപം മുല്ലയ്ക്കൽ സെന്റ് ആന്റണി സ്കൂളിലായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പ് ഒരുങ്ങുക. ക്യാമ്പിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ സൗകര്യം ഉറപ്പാക്കുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. അതേസമയം പോഞ്ഞിക്കര ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.